നേരെ വിരട്ടി. ഓ, മാസ്റ്ററും ഭാര്യ അത്താഴവും വെച്ച് കാത്തിരിക്കുന്നുണ്ടാവും. എനിക്ക് വിശക്കുന്നു. നമുക്ക് പോകാം. എത്ര ദിവസം ഒന്ന് വിചാരിച്ചാ രണ്ടാൾക്ക് ഭക്ഷണം കൊടുക്കുന്നത്? നമുക്ക് അതിനൊക്കെ സൗകര്യം ഉണ്ടോ? നീ എന്താ ഇങ്ങനെ പറയുന്നത്? മറ്റൊരു സൗകര്യം ഇല്ലാഞ്ഞിട്ടല്ലേ അവരിങ്ങോട്ട് കയറി വന്നത്? നമ്മളോട് സ്വാതന്ത്ര്യവും സ്നേഹവും ഉള്ളതുകൊണ്ടാണ് വിവാഹം കഴിഞ്ഞ് ആദ്യ ദിവസം തന്നെ മാധവൻ ഭാര്യയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വന്നത്. നീ പറയുന്നതൊക്കെ ശരിയാണ്. പക്ഷേ അവരുടെ മുഖത്ത് നോക്കി ഞാൻ എങ്ങനെ അത് പറയും? എന്നാ ഞാൻ പറയാം. വേണ്ട വേണ്ട വേണ്ട. ഇവിടെ ഒരു കിടക്കമുറി ഉള്ളെന്ന് അവർക്കറിയാം. നമ്മുടെ മര്യാദ കൊണ്ട് നമ്മളത് അവർക്ക് കൊടുത്തു. അതുകൊണ്ട് ഇനി എന്നും നിങ്ങൾ പിള്ളേരുടെ കൂടെ ഇവിടെ ഞാൻ അടുക്കളക്കകത്തും കിടന്നാ മതിയോ? ഫാമിലി പ്ലാനിങ് മാധവനും മാലതിക്കും ഗ്രാൻഡ് നൽകേണ്ടതാണ്. എനിക്ക് ഈ വലിച്ച തമാശ ഒന്നും ഇഷ്ടപ്പെടുന്നില്ല, പറഞ്ഞേക്കാം. ഞാൻ എന്ത് വേണമെന്നാ നീ പറയണത്? അവർക്ക് ഇങ്ങനെ ഔചിത്യബോധമില്ലാതെ സ്ഥിരതാമസം തുടങ്ങിയാൽ ഞാൻ കാര്യം പറയും. എനിക്കിങ്ങനെ അടുക്കള കിടക്കാൻ പറ്റൂല. നമുക്കില്ലേ 3-4 ഞങ്ങൾ ഈ സ്ഥലമൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കാണാൻ പോയതാ. മനോഹരമായ സ്ഥലം. അതെ അല്ലേ ചേച്ചി? പക്ഷെ ഞങ്ങളുടെ ഈ സ്ഥലത്തിനുള്ള മഹിമയുണ്ടല്ലോ വേറെ ഒരു സ്ഥലത്തിനും കിട്ടില്ല. നിങ്ങളുടെ സ്ഥലം പിന്നെ വരൂ, ഊണ് കഴിക്കാം. ഞാൻ എത്ര നേരമായി കാത്തിരിക്കുന്നു. ചേച്ചി ദേഷ്യപ്പെടരുത്. ഞങ്ങളൊരു കടയിൽ കയറി കാപ്പ് കുടിച്ചതാ. ഞാൻ വേണ്ടെന്ന് പറഞ്ഞതാ. പക്ഷെ ഈ മനുഷ്യൻ സമ്മതിച്ചില്ല. നിങ്ങൾ കള്ളം പറയാണ്. കാപ്പി കുടിച്ചു കാണില്ല. കള്ളം പറഞ്ഞതിന് ഗംഭീരമായിട്ട് കാപ്പുടി നടത്തി. രാത്രി ഉണ്ണാൻ പോലും നിവൃത്തിയില്ലാത്തത്. വാസ്തവം. ഞാൻ അന്നേരെ പറഞ്ഞതാ ചേച്ചി കാത്തിരിക്കുന്നുണ്ടാവുമെന്ന്. ചേച്ചി ഊണ് കഴിക്കും, ഞാൻ വിളമ്പി തരാം. ഈ നടക്കാൻ പോയ കൂട്ടത്തിൽ ഞങ്ങളൊരു കാര്യം ആലോചിച്ചു. എന്താണ്? എന്റെ അപ്പൂപ്പന്റെ വീട് വരെ ഒന്ന് പോയാലോ? ഇഷ്ടത്തിന് സമ്മതമാണെങ്കിൽ കയറി കിടക്കാണ്ട് വീടായില്ലേ? അല്ല, ജോലിക്കാര്യത്തിന് 1-2 പേരെ അവിടെ കാണണമെന്നല്ലേ പറഞ്ഞത്? അതുകൂടെ കണ്ടിട്ട് പോയാ പോരെ? അത് താൻ തന്നെ അന്വേഷിച്ചാൽ മതി. എന്നെ വിവരം അറിയിച്ച ഉടനെ ഞാൻ ഇവിടെ എത്താം. കൂട്ടത്തില് പോകുന്നിടത്തൊക്കെ എനിക്ക് അന്വേഷിക്കാമല്ലോ. തന്റെ ഇഷ്ടം. ഞാൻ ഈ ഷർട്ട് നോക്കിയിട്ട് വരാം. അവർ പറഞ്ഞത് നമ്മൾ കേട്ടെന്ന് ഒരു വിധത്തിലും അവർക്ക് സംശയം തോന്നരുത്. ഒരിക്കലുമില്ല. നമ്മൾ ഒളിച്ചു നിന്ന് കേട്ടതുപോലും തെറ്റായിപ്പോയി. മനഃപൂർവ്വമല്ലല്ലോ. കേട്ടുപോയത് കൊണ്ട് അവരെ കുറിച്ച് മനസ്സിൽ യാതൊരു അസുഖവും തോന്നായിരുന്നത്. ഒരു ടീച്ചറുടെ ശമ്പളം കൊണ്ട് മാത്രം ജീവിക്കുന്നവർക്ക് നമുക്കൂടെ ചെലവിന് തരാൻ പറ്റുമോ? ചേച്ചി പറഞ്ഞതിൽ ഒരു അതിശയവുമില്ല. നമ്മൾ അത്താഴം വേണ്ടെന്ന് പറഞ്ഞത് പോലും തെറ്റായിപ്പോയി. പിന്നെ അപ്പൂപ്പിന്റെ സ്ഥലത്തേക്കല്ലേ പോകുന്നെന്ന് പറഞ്ഞേ, അവിടെ എത്താൻ എന്ത് ദൂരമുണ്ട്? ഏതായാലും കയ്യിലുള്ള ചില്ലറ കൊണ്ട് 2 പേർക്ക് എത്താവുന്നതിൽ അധികം ദൂരമുണ്ട്. എന്റെ ആഭരണങ്ങൾ വിൽക്കാം. ആ നാട്ടിൽ ചെന്നാലും കുറെ രൂപ കയ്യിൽ വേണ്ടേ? എല്ലാം കൂടെ ഒരു 10-20 പവന്റെ വകയുണ്ട്. ആഭരണങ്ങളിലൊന്നും എനിക്ക് താല്പര്യമില്ല. കമ്മലെടുക്കണ്ട മാലതി. എനിക്ക് ഈ ഒരു ആഭരണം മതി, ഈ താലി, ഈ ഒരു ആഡംബരം മാത്രം മതി. സിന്ദൂരം. ഞങ്ങൾ എന്താണ് ഇങ്ങനെ തുറച്ചു നോക്കുന്നത്? ഈ പണ്ടങ്ങളെല്ലാം കൂടി വിളിക്കുന്നതിന്റെ കാര്യം എന്താ? കുറച്ച് രൂപയുടെ അത്യാവശ്യം വന്നു. ഞാൻ പറയുന്നതിൽ തെറ്റിദ്ധരിക്കരുത്. ഇതുപോലെ ഒരുപാട് കേസ് ഉണ്ടായിട്ടുണ്ട്. എന്നെ വലയ്ക്കരുത്. എന്ത് കേസ്? വലിയ വീടുകളിലെ പെമ്പിള്ളേരെ ചില പൂവാലന്മാര് കറക്കി അടിച്ച് വിളിച്ചോണ്ട് പോകും. ഒടുവി അതുങ്ങളുടെ സ്വർണവും വിറ്റ് എവിടെയെങ്കിലും ജോളി അടിച്ച് എവിടെയെങ്കിലും കൊണ്ടുചെന്ന് തള്ളും. വലിയ പ്രേമമാണെങ്കിൽ രണ്ടും കൂടെ ഒരു ഹോട്ടൽ റൂമിൽ ചത്തും കിടക്കും. അങ്ങനെയൊക്കെ ആയാലും നിങ്ങൾക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. സ്വർണം തന്നിട്ടല്ലേ രൂപ തരുന്നത്. അത് ന്യായമാ. കടയുടെ പേരൊന്നും കുറിച്ച് ബാഗിനകത്ത് വെച്ചേക്കരുത്. ഞാൻ പവന് പറഞ്ഞു വരാന്നിട്ടാ.
ഉറങ്ങിയില്ലേ? മാലതി ഉറങ്ങിയില്ലേ? ഞാനിപ്പോ ഉണർന്നതാ. ഞാൻ ഒന്നുറങ്ങ. വെളുപ്പിനെ യാത്ര ചെയ്യേണ്ടതല്ലേ? നീ ഉറങ്ങ, ഇല്ലെങ്കിൽ ക്ഷീണമാകും. കുറച്ചു ദിവസമേ നിങ്ങൾ ഇവിടെ താമസിച്ചുള്ളെങ്കിലും ഈ വീട്ടിൽ വേണ്ടപ്പെട്ട രണ്ടുപേര് പോകുന്ന പോലുള്ള മനോവിഷമാണ് ഞങ്ങൾക്ക്. ഞങ്ങളെ മറന്നുകളയരുത് കേട്ടോ. ഞങ്ങൾക്ക് മറക്കാൻ ഒക്കുമോ ചേച്ചി? ഒരു പുരുഷന്റെയും സ്ത്രീയുടെയും ജീവിതത്തിലെ എന്ന് ഓർമ്മ നിൽക്കുന്ന ദിവസങ്ങൾ ഞങ്ങൾ കഴിച്ചു കൂട്ടിയത് ഈ വീട്ടിലല്ലേ? എന്റെ കിടക്കമുറി ഐശ്വര്യമുള്ളതാണ്. നമ്മുടെ കിടക്കമുറി കഴിഞ്ഞതിന്റെ ഐശ്വര്യം ഇവർക്ക് എന്നും ഉണ്ടായിരിക്കും. എടോ, അവള് പറഞ്ഞതിന്റെ അർത്ഥം തനിക്ക് മനസ്സിലായോ? ആ മുറിയിൽ ഒരു ദിവസം കിടന്നാൽ അതൊരു മുതലാടും. പിന്നെ വിശേഷം വല്ലതുമുണ്ടെങ്കിൽ എനിക്ക് കത്തെഴുതണം. വിശേഷമൊക്കെ നിങ്ങളെ അറിയിച്ചില്ല, പിന്നെ ആരെ അറിയിക്കാൻ? ആ, അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ. റെയിൽവേ സ്റ്റേഷനിൽ എത്താൻ 5 മൈലെങ്കിലും നടക്കണം. ചേച്ചി പോട്ടെ മോളെ. നളിനി അപ്പുക്കുട്ടനും ഒക്കെ എവിടെ ചേച്ചി? മോളെ നളിനി, അപ്പുകുട്ടാ, എന്താമ്മേ ഇങ്ങോട്ട് വരും പിള്ളേരെ. ദേ ചേച്ചി അമ്മാവനും പോകുന്നു. മോനെ, നീ സ്ഥലത്തെത്തിയാൽ ഉടൻ എനിക്ക് കത്തിടണം. ജോലിക്കാര്യത്തെ പറ്റി ഞാൻ അന്വേഷിച്ചറിയിക്കാം. ശരി. ആ പേഴ്സ് ഒന്ന് തരണം. അമ്മാവനും ചേച്ചിയും വല്ലപ്പോഴും ഒക്കെ വരും. ചേച്ചി പോവാണോ? എന്തിനാണ് ഈ രൂപയൊക്കെ എടുക്കുന്നത്? അതൊന്നും വേണ്ട. അവൻ എന്തെങ്കിലും സന്തോഷമായിട്ട് കൊടുക്കുന്നതിന് തടസ്സം പറയരുത്. അയ്യോ, ചേച്ചി പോണ്ട. മോളെ, നീ ബിസ്ക്കറ്റ് വാങ്ങിക്കണം. നിനക്കൊരു പീപ്പി. കൊച്ചാണെങ്കിലും അതിന്റെ ഒരു നോട്ടം കണ്ടോ? അവളെ മറന്നോന്നാണോ നോട്ടത്തിന്റെ അർത്ഥം? ഞാൻ ഇവിടെ മറക്കുവോ? മതി മതി, ഇത്രയൊക്കെ മതിയെന്ന്. ഇത് കൊച്ചുമോക്ക് വെച്ച വരട്ടെ ചേച്ചി. മോനെ അപ്പുക്കുട്ട, സുരേഷ്. എങ്ങോട്ടാ? കാഞ്ഞിരംകുന്ന്. കേറിക്കോ. ചാണ്ടി ചാണ്ടി. എന്താ മുതലാളി? മുറുക്കിക്കോടാ, മുറുക്കി. ഓള് വലിയ ഗുണമൊന്നുമില്ല. നിങ്ങൾ കയറിയാട്ടെ. എന്താ ചാർജ്? ഓ, അതൊക്കെ പിന്നെ പറയാം. അത് വേണ്ട, നേരത്തെ പറഞ്ഞു ഒപ്പിക്കുന്നത് നല്ലത്. പെട്രോളിനൊക്കെ വില കൂടുതല, എങ്കിലും 5 5 10 രൂപ അന്നേരം. ഈ ചക്കട വണ്ടി വരാൻ 10 രൂപയോ? അയ്യോ, നിങ്ങളെ അടിക്കുന്ന കാര്യമല്ല പറഞ്ഞത്, വണ്ടി ഷാർട്ടാക്കാൻ വേണ്ടി പറഞ്ഞതാ. അതെ സാറേ. കഥ പറഞ്ഞോളൂ, കയറിയാട്ടെ. ഉള്ളത് തന്നാ മതി. പിന്നീട് പണങ്ങരുത്. ചാണ്ടിയേ, സാധനങ്ങളൊക്കെ പറക്കേടാ, സൂക്ഷിച്ചെടുത്തോണം കേട്ടോ. ഞാനും അതാണ് ആലോചിക്കുന്നത്. 4 മടൽ ഓലയും 1 കീറ് പനമ്പും ഉണ്ടെങ്കിൽ നമുക്ക് എവിടെയും കയറി കിടക്കാം. സ്വന്തമായി ഇത്രയും മണ്ണ് നമുക്കുണ്ടല്ലോ. ഇതുപോലും ഇല്ലാത്തവർ ജീവിക്കുന്നില്ലേ? അങ്ങനെ പറ മകളെ, നീ ജീവിക്കാൻ പഠിച്ചവളാ കേട്ടോ മാതളാ. നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ഞങ്ങൾ ഒരു മലമൂടന്മാരാണെങ്കിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹവും സന്തോഷവും സ്നേഹവും ഒക്കെ ഉണ്ട്. നമ്മുടെ ആളുകൾ വരുന്നുണ്ട്. എന്താ പോലെ? ഈ അടുപ്പിൽ തീ കത്തുന്നില്ല. ഊതി ഊതി ഞാൻ വശം കെട്ടും. നാശം വിറക്. അവിടെ മാറിയിരിക്കും, ഞാൻ കത്തിച്ചേരാം. പിന്നെ പിന്നെ ഒരു പെണ്ണായ ഞാൻ വിചാരിച്ചിട്ട് പറ്റുന്നില്ല. പെണ്ണായതുകൊണ്ട് മാത്രം പോരാ. മാല ഇന്നലെ വരെ തത്തായമ്പരും ചക്കികുത്തും അമ്മ വയ്ക്കും ഞാനുണ്ട്. ആരാകരിയല്ലേ, ഞാൻ കത്തിച്ചേരാന്ന്. അടുപ്പിൽ തീ കത്തിക്കുന്നതും പാചകം ചെയ്യുന്നതും ഒരു കലയാണ്. ഓ, ഒരു കലാകാരൻ. ഞാൻ പാടുപെട്ട് തീ കത്താറാക്കി വെച്ചിരുന്നതാ. ഈ പാചക വിദ്യ ഞാൻ വളരെ കഷ്ടപ്പെട്ട് പഠിച്ചതാണ്. ഞാൻ ചെറുപ്പമായിരുന്നപ്പോ എന്റെ അമ്മ എന്നെ കൊണ്ട് എല്ലാ അടുക്കള ജോലിയും ചെയ്യിക്കുമായിരുന്നു. കഷ്ടം. ഇതൊരു സൗകര്യമാക്കി കളയരുത് കേട്ടോ. നാളെ ഉച്ചയ്ക്ക് ഞാൻ ഊണ് കഴിക്കാൻ വരുമ്പോ ചോറും കറിയെല്ലാം ഇവിടെ റെഡിയായിരിക്കണം. ഇല്ലെങ്കിലേ ഇടിക്കും, ചട്ടിയും കലവെല്ലാം എറിഞ്ഞ് ഞാൻ പൊട്ടിക്കും. സമയത്തും കാലത്തും എല്ലാം തന്നോളാവേ. എല്ലാം എല്ലാം എല്ലാം. ഞാൻ അപ്പുറത്ത് പോയിട്ട് 2 ഇല മുറിച്ചുകൊണ്ട് വരാം. പിന്നെ ഇത് തിളച്ചു പൊങ്ങുമ്പോ ഈ അടപ്പെടുത്ത് മാറ്റണം. അടുപ്പോ? അയ്യോ, അടുപ്പോ? നിന്റെ അടുപ്പൊന്ന് കത്തിച്ചതെന്ന് പറഞ്ഞ കളിയാക്കാണ്. വിളിച്ച മൂക്കെപ്പിക്കളയും.
ഞാൻ പോയിട്ട് വരാം. അല്ലേ മാധവ് പാടി പോറല് വീഴുമെന്ന് പറഞ്ഞില്ല. എന്ത് കളിച്ച കാര്യമാണ് മാധവൻ കുടുംബജീവിതത്തിലൊക്കെ ആയി തുടങ്ങിയോ? കുടുംബജീവിതം എന്നല്ല, ജീവിതം തന്നെ ഇപ്പോഴാ തുടങ്ങിയ ആശാനെ. മാധവന്റെയും ഭാര്യയെയും ഈ നാട്ടിലെ ആളുകൾ കേട്ടാ